ഹലോ നമസ്കാരം. ഈ IPL സീസണിന്റെ തുടക്കത്തിലൊക്കെ വമ്പൻ കുതിപ്പ് നടത്തിയ അല്ലെങ്കിൽ ഒരു സ്വപ്ന കുതിപ്പ് നടത്തിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. നമുക്കറിയാം, ഒരുപാട് നാളുകൾ അവർ പോയിന്റ് ടേബിളിൽ രാജകീയമായ കുതിപ്പ് നടത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്ന ടീമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അവർ രണ്ടാം സ്ഥാനത്തായിട്ട് ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി അവർ പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇനിയുള്ള മത്സരങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അവരുടെ പോക്കെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏറെ അപകടകരമാക്കി മാറ്റും. എന്തായാലും രാജസ്ഥാൻ റോയൽസ് ഈ സീസൺ തുടക്കത്തിലൊക്കെ കിടിലൻ വിജയങ്ങളൊക്കെ സ്വന്തമാക്കിയത് ഏതായാലും പ്ലേ ഓഫ് കളിക്കുന്നുള്ളത് ഏറെക്കുറെ ആദ്യമേ ഉറപ്പായിരുന്നു. പക്ഷെ അവരിങ്ങനെ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് അവർക്ക് എന്തായാലും ക്വാളിഫയർ കളിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ചെറിയ തോതിൽ തിരിച്ചടി ആയിട്ടുണ്ട് കാര്യങ്ങൾ. കാരണം ഇനി അവർക്ക് ക്വാളിഫയർ കളിക്കണം എന്നുണ്ടെങ്കിൽ SRHന്റെ വിജയ പരാജയങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും നാളെ SRHന്റെ കളിയുണ്ട്. ആ ഒരു മത്സരത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കാം. ഏതായാലും നമുക്കറിയാം, ടോസ് നേടിക്കൊണ്ട് ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. അവർ 9 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 144 റൺസ് മാത്രമായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നതും. റിയാൻ പരാഗിന്റെ, അതായത് 34 പന്തിൽ 48 റൺസ് എടുത്ത പരാഗിന്റെ ഇന്നിംഗ്സ് മാത്രമാണ് അവർക്ക് വലിയ തോതിൽ തുണിയായി മാറിയതും. എന്നാൽ മറുപടി ബാറ്റിംഗിൽ 41 പന്തുകളിൽ 63 റൺസ് അടിച്ചെടുത്തുകൊണ്ട് അവരുടെ ക്യാപ്റ്റൻ, അതായത് PBKസിന്റെ ക്യാപ്റ്റൻ സാം കറിന്റെ ഒരു പോരാട്ട വീര്യമാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ അശുതോഷ് ശർമ്മയും ജിതേഷ് ശർമ്മയും ഒക്കെ കട്ടക്ക് കൂടെ നിന്നപ്പോൾ 18.5 ഓവറിൽ 5 വിക്കറ്റിന്റെ കിടിലൻ വിജയം പഞ്ചാബ് സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും ഒരേ ഓവറിൽ റെയ്ലി റോസോവിനെയും ശശാന്ത് സിംഗിനെയും പുറത്താക്കിക്കൊണ്ട് ആവേശ് ഖാൻ PBKസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഗംഭീര തുടക്കം തന്നെയായിരുന്നു RRന് PBKസിന് മറുപടി ബാറ്റിംഗിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും. ഏതായാലും 4 വിക്കറ്റ് നഷ്ടത്തിൽ 48 റൺസ് എന്ന നിലയിലേക്ക് വീണു പോവുകയായിരുന്നു ഒരു സമയത്ത് പഞ്ചാബ് കിങ്സ്. 5-ാം വിക്കറ്റിൽ 63 റൺസുമായി സാം കരൺ, ജിതേഷ് ശർമ്മ കൂട്ടുകെട്ടായിരുന്നു പിന്നീട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു ലോ സ്കോറിംഗ് മാച്ചിൽ രാജസ്ഥാൻ റോയൽസ് ഒരു കിടിലൻ വിജയത്തിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഒരു സമയത്ത് ആരാധകർക്ക് വന്നിട്ടുണ്ടാവണം. പക്ഷെ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തവരെ പേടിക്കണം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും സാം കരൺ, അവരുടെ ക്യാപ്റ്റൻ, നായകൻ മുമ്പിൽ നിന്ന് നയിച്ചപ്പോൾ PBKസ് അനായാസം വിജയത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു. 22 റൺസ് നേടിയ ജിതേഷ് ശർമ്മയെ ചഹലാണ് പുറത്താക്കുന്നത്. നേരത്തെ ജോണി ബെയർസ്റ്റോയുടെ വിക്കറ്റും ചഹൽ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നതും. എന്തായാലും അവസാനം 3 ഓവറിൽ 25 റൺസാണ് PBKസിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. 38 പന്തുകളിൽ നിന്നായി സാം കരൺ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ പഞ്ചാബ് കിങ്സ് തങ്ങളുടെ വിജയ പ്രതീക്ഷകൾ നിലനിർത്തുകയായിരുന്നു. അതേ ആ ഒരു ഓവറിൽ തന്നെ സാം കരൺ അവസാന പന്തിൽ 6 നേടിക്കൊണ്ട് 2 ഓവറിലെ വിജയലക്ഷ്യം 15 റൺസ് മാത്രമാക്കി മാറ്റുന്നു. 34 റൺസ് നേടിയ സാം കരൺ, അശുതോഷ് ശർമ്മ ആ ഒരു പാർട്ട്ണർഷിപ്പ് പിന്നീട് PBKസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കരൺ 63 റൺസും അശുതോഷ് ശർമ്മ 17 റൺസും എടുത്ത് പുറത്താവാതെ പഞ്ചാബ് കിങ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. RR ഇതാ അവർ തുടർച്ചയായിട്ടുള്ള 4 മത്സരങ്ങളും തോറ്റിരിക്കുന്നു. ഇനി അതിശക്തമായി അവർക്ക് തിരിച്ചുവരവ് നടത്തിയേ പറ്റൂ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.